ഇന്ന് കുറേ കമൻറ്റ് കാണാം കേട്ടോ. ക്ലിയർ ഇല്ല അറിയണേ. ഇന്ന് ക്ലിയർ ഇല്ല എന്ന് കുറേ കമൻറ്റ് കാണാം. കാരണം ആൾ കൂടിയാൽ നെറ്റ്വർക്ക് കിട്ടില്ല. ലൈക്കും ഷെയറും അടിച്ചോളി. നമ്മുടെ ആധിപത്യങ്ങളും റെക്കോർഡുകളും മാറ്റി തിരുത്തി കാൽപന്ത് കളിയുടെ നാട്ടിൽ നിന്ന് കാളപ്പൂട്ട് കണ്ടത്തിലെ പ്രജാപതി. കാളപ്പൂട്ട് കണ്ടത്തിൽ വിജയ തേരോട്ടങ്ങളുടെ തോടൻ ശ്രീ കുറുനിയൻ മോൻ. അദ്ദേഹം ഇന്ന് കളിക്കാരുമായി പരിചയപ്പെടുന്നതായിരിക്കും. ഇന്നത്തെ നമ്മുടെ മുഖ്യാതിഥി കാളപ്പൂട്ട് കണ്ടത്തിലെ വിജയ തേരോട്ടങ്ങളുടെ തോടൻ ശ്രീ കുറുനിയൻ മോൻ ഒതുക്കുങ്ങൽ. അദ്ദേഹത്തെ ആദരപൂർവ്വം കളിക്കാരുമായി പരിചയപ്പെടാൻ ഗ്രൗണ്ടിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഓർഗനൈസിംഗ് കമ്മിറ്റി അംഗങ്ങളായ നാസർ റയസ്, ഷിഹാബ് ടി കെ അദ്ദേഹത്തെ അനുഗമിക്കുന്നു. നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടാവും, എല്ലാവരും മനസ്സിലാക്കണം. നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടാവും. ലിങ്ക് എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യട്ടാ. പിന്നെ നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടാവും. ക്ലിയർ ചില ടൈമിൽ പോകും, ചിലപ്പോൾ വരും. നിങ്ങൾ മനസ്സിലാക്കുമെന്ന് വിചാരിക്കണം. കാരണം ഇത്രയും ജനമുണ്ട്, നല്ല ആളാണ്. ഗ്രൗണ്ട് ഒന്ന് കണ്ടാളി. ഗ്രൗണ്ടിലാണ് ഈ കാണികൾ മൊത്തം ഇരിക്കുന്നത്. ഇത്രയാളടി നിന്നാണ് ലൈവ് വരേണ്ടത്. അപ്പോൾ അതും കൂടി നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, ക്ലിയർ കുറവാണെന്ന് എനിക്കറിയാം. ഓക്കെ, പറഞ്ഞില്ലേ ഗൾഫിലോ എന്തായാലും ചോദിച്ചു ഇവിടെ തോറ്റിട്ടുണ്ട്. ഈ ഗ്രൗണ്ട് മൊത്തം ഞാൻ ജയിച്ചു. സാധാരണ പറ്റിയ ഡാൻസ് എന്ത് പറയാൻ ക്ലിയറില്ലാന്നറിയാം. നെറ്റ്വർക്ക് ഇഷ്യൂ ആണ്, വേറെ ഒന്നുമല്ല. കാരണം ഇന്നലെ കറക്റ്റായിട്ട് ക്ലിയറായിട്ട് കളിക്കുന്നു. അഡ്ജസ്റ്റ് ചെയ്ത് കാണിക്കാം. ശരി.
ഇതാ ആളിതാ ഇത് കണ്ടോളി, ഗ്രൗണ്ടിൻ്റെ ടച്ച് ലൈനുമല്ലാണ് ആള്. റോയൽ കപ്പ് ഇന്ത്യ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിലെ കസബ് ഫിഫ മഞ്ചേരിയും ഏരിയൽ ടൈൽ സ്കൈ ബ്ലൂ എടപ്പാളും തമ്മിലുള്ള ആദ്യ സെമി ഫൈനൽ മത്സരം വീക്ഷിക്കുവാൻ സ്റ്റേഡിയത്തിൽ സന്നിഹിതരായ എല്ലാ മാന്യ ഫുട്ബോൾ പ്രേമികൾക്കും ടൂർണമെന്റ് കമ്മിറ്റിയുടെ ഹൃദ്യമായ സ്വാഗതം. സ്റ്റേഡിയത്തിൽ ഇരിക്കുന്നത് നമ്മുടെ സുഹൃത്തുക്കളാണ്, സഹോദരങ്ങളാണ്. പിഞ്ചു പൈതങ്ങൾ വരെ കയ്യിൽ വെച്ച രക്ഷിതാക്കൾ വരെ ഗ്രൗണ്ടിലുണ്ട്. മാന്യ ഫുട്ബോൾ പ്രേമികൾ ഒരു 60 മിനിറ്റ് നേരം യഥാർത്ഥ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റോടുകൂടി ആവേശത്തിന്റെ കൈയടികൾ മാത്രം പ്രതിധ്വനിപ്പിച്ചുകൊണ്ട് അടുത്തിരിക്കുന്ന ഇതൊരു നല്ല ചരിത്രവേളയാക്കാൻ മാന്യ ഫുട്ബോൾ പ്രേമികളുടെ വിനീതമായ സഹകരണം വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് മൈതാനത്തിന്റെ ഒരു ഭാഗത്ത് കറുപ്പും വെള്ളിയും നിറത്തിലുള്ള ജേഴ്സി കണിഞ്ഞുകൊണ്ട് ഏരിയൽ ടൈൽ സ്കൈ ബ്ലൂ എടപ്പാളിന് വേണ്ടി ജസീർ ഗോൾ കീപ്പർ ജേഴ്സി നമ്പർ 1, അജ്മൽ റൈറ്റ് വിംഗ് ബാക്ക് നമ്പർ 15, അബു സ്റ്റോപ്പർ ബാക്ക് നമ്പർ 5, സാഗർ റൈറ്റ് വിംഗ് ബാക്ക് നമ്പർ 4, ക്രിസ്ത്യൻ റൈറ്റ് ഔട്ട് നമ്പർ 9, ടുട്ടു സെന്റർ ഫോർവേഡ് നമ്പർ 8, ഫൈസൽ ലെഫ്റ്റ് ഔട്ട് നമ്പർ 10. പച്ചയും മഞ്ഞയും നിറത്തിലുള്ള ജേഴ്സി കണിഞ്ഞുകൊണ്ട് മൈതാനത്ത് കസബ് ഫിഫ മഞ്ചേരിക്ക് വേണ്ടി സലാം ഗോൾ കീപ്പർ ജേഴ്സി നമ്പർ 96, അഖിൽ റൈറ്റ് വിംഗ് ബാക്ക് നമ്പർ 3, ഷെയ്ൻ സ്റ്റോപ്പർ ബാക്ക് നമ്പർ 2, ഉസ്മാൻ ലെഫ്റ്റ് ബാക്ക് നമ്പർ 6, അർണോൾഡ് റൈറ്റ് ഔട്ട് നമ്പർ 8, ഹൈമി സെന്റർ ഫോർവേഡ് നമ്പർ 5, കുട്ടൻ ലെഫ്റ്റ് ഔട്ട് നമ്പർ 10. മത്സരം നീക്കിയിരിക്കുന്നു വിസിൽ മിസ്റ്റർ ജലീൽ, എസ്എൻഎഫ്എസ് ഷമീർ ആൻഡ് നൌഷാദ്. ഫോർത്ത് ഒഫീഷ്യൽ മുഹമ്മദ് അലി. ഓട്ടോ ഫ്രീ. മുട്ടായി എറിഞ്ഞ് വീട്ടിക്കാണോ? കുട്ടനുണ്ട്, സലാമുണ്ട്, കൊയ്മി, അർണോൾഡ്, ഷെയ്മ്, ഉസ്മാന്, ആൻഡോ, പിന്നെ അങ്ങനെ ടീം. അടിച്ചു ഇഷ്ടംപോലെ. നിങ്ങൾ ക്ലിയർ ഇല്ല എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാവും. നിങ്ങൾ എൻ്റെ അവസ്ഥ മനസ്സിലാക്കണം കേട്ടോ. ഞാൻ എത്രയും ആളുടെ ഇടയിൽ നിന്നാണ് ലൈവ് ഇടുന്നത്, അതുകൂടി നിങ്ങൾ മനസ്സിലാക്കണം. നെറ്റ്വർക്ക് ഇല്ല ഞാനെന്ത് ചെയ്യാനാണ്? സ്കോർ 0-0.
നിങ്ങൾക്ക് ക്ലിയർ ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ലൈവ് കട്ട് ചെയ്യേണ്ടി വരും. ഇത്ര ക്ലിയറേ കിട്ടുള്ളൂ. ഈ വിങ്ങനെ പറ്റില്ല ചങ്ങ കേറി കളിച്ചു കൊടുക്കാങ്ങ കേറി കളിപ്പിക്കണ ചക്ക അച്ചടപ്പ അല്ല, ഒന്നുണ്ടായിട്ട് പറഞ്ഞല്ല, ഞാൻ കട്ടാക്കിയിട്ടില്ല. നമ്മൾ ഇത്രയും റിസ്ക് എടുത്തിടുമ്പോഴേ നമ്മളെ അവസ്ഥയും കൂടി മനസ്സിലാക്കണ്ടേ. അത് നോക്കണ്ട, എടുത്തിട്ട് മാറും. അത് നോക്കിയിട്ട് സമയം കണക്കിട്ടേ കൈ വെക്കുമ്പോൾ ശ്രദ്ധിക്കട്ടാ, ഫോൺ തട്ടല്ലേ. എന്താ മൂപ്പരെ കൈ തട്ടി. സ്ഥലം ഒന്ന് മാറിയതാട്ടോ, സോറി. കാരണം അവിടെ ആവേശം കൂടുതൽ. ഫീഫക്ക് എന്ത് പടപ്പ്. ഗോളല്ല ബാറിൽ തട്ടിപ്പോന്നു. സ്കോർ 0-0. വലൈക്കും സലാം ഫാസ് ഭായി. ഷാനവാസില്ല. ഷാനവാസില്ല കേട്ടോ, ഷാനവാസില്ല. ഉറപ്പല്ലേ? ഷാനവാസല്ല, ഷെയ്മാണെന്ന് കളിക്കുന്നത്. പിന്നെ സ്റ്റോപ്പർ ബാക്ക് ഷെയ്ം. സ്കോർ 0-0. കളി 7 മിനിറ്റ്. ഓണ സെപ്പിക്ക് എനിക്ക് സ്കോർ പറഞ്ഞില്ല, എനിക്കോട് പോകുന്നൂടെ. സ്കോർ 0-0 കേട്ടോ. ടൈം 7 മിനിറ്റ്. 7 മിനിറ്റ്. ടീം ഫിഫ മഞ്ചേരി സ്കൈ ബ്ലൂ അടപ്പോൾ. ആ മുസ്തഫ, നിങ്ങളെല്ലാം എന്ന് ഉണ്ടാവും എന്ന് പറഞ്ഞിരുന്നേ, ഒന്നില്ലേ? എടാ ഫ്രീ ബോൾ ഇനാച്ച്.
അവിടെ ഫ്രീ ബോൾ ഇന്നില്ലേ ഫസ്റ്റ് ബോൾ കളിച്ചോണെങ്കിലേ ബെൻക്കല്ലേ ആ വിങ് ബാക്കിനല്ലേ റൈറ്റ് വിങ്ങിൻ്റെ പേരെന്താ ആ റൈറ്റ് വിങ്ങിൻ്റെ പേരെന്താ ആൻഡോ അബോ അങ്ങനെ എന്തോ ഒരു പേരാണ് കറക്റ്റ് അറിയില്ല. സ്കോർ 0-0 കേട്ടോ. എന്ത് കൊടുത്തിയ സ്കോർ 0-0 കളി 9 മിനിറ്റ് 0-0. പത്ത് മിനിറ്റ് കളി ഒതുക്കുങ്ങ. ജൂനിയറും ഇല്ല ഒന്നുമില്ല. കോയിമയും അർണോൾഡും കോയിമി അർണോൾഡ് കുട്ടന് ഇവരാണ് ഇന്ന് ഫ്രണ്ടിൽ. അർണോൾഡ് കോയിമി കുട്ടൻ. അതല്ല ഇപ്പുറത്ത് ഹലോ ഹലോ ആ ഞാൻ വരും. ഫിഫയുടെ ബാക്കിൽ ഇനി ഷഹീമ്, പിന്നെ ഉസ്മാന്, അതുപോലെ റൈറ്റ് വിങ്ങിൻ്റെ പേര് കറക്റ്റ് എനിക്കറിയില്ല. ഫ്രാൻസിസ് എത്തിയിട്ടില്ല, എത്തും. ഇല്ല, കളിക്കുന്നുള്ളൂ. കളി ടൈറ്റ് ആയിക്കോളും. ടൈറ്റാവും. ഒരു നല്ല അടി പോസ്റ്റിക്ക് പോയാൽ ഒന്നുണ്ട് ആവേശമാവും. ആ കളിയാവ് പുറത്തുപോയി. കളിയാവ് ഫിഫയുമായിട്ടാണ് പുറത്തുപോയത് പ്രീ ക്വാർട്ടറിൽ നിന്ന്. സെക്കൻഡ് പാത ഉണ്ടാവും. സെക്കൻഡ് 2 ലെഗാണ് മത്സരം. സ്കോർ 0-0.
അതിന്റെ പോകട്ട് ചെറിയ പോകട്ട് ഇതിന്റെ ആ പോകട്ടുള്ള സാധനം ഇപ്പുറത്തെ പോകട്ട് കുട്ടൻ ഓപ്പൺ ചാൻസ് മിസ് ചെയ്ത് സ്കോർ 0-0. വരണുള്ളൂ സീസണിലെ ഫസ്റ്റ് ഗ്രൗണ്ടാണിത്. ഫിഫ മഞ്ചേരി സ്കൈ ബ്ലൂ ഫൈനൽ എന്നാന്നറിയില്ല. സെമി 2 പാദമുണ്ട്. അത് ആദ്യ സെമിയിൽ ആദ്യ പാദമാണ്. സ്കോർ 0-0. നിഷാജ് നല്ല കമൻറ്റ് കിട്ടും. സ്കോർ 0-0. ഫിഫയുടെ ഡിഫൻസ് ഒന്ന് ഷെയ്മോ ഒന്ന് ഉസ്മാനാണ്. റൈറ്റ് വിങ്ങിന് ആരാന്ന് അറിയില്ല. ക്ലാരിറ്റി വരും. നെറ്റ്വർക്ക് ഇഷ്യൂ കൊണ്ട് മിസ്സാവാണ്. ക്ലാരിറ്റി വരും. ഓക്കെ. ഫൈനൽ ലൈവിനൊക്കെ ഇവിടെ നെറ്റ്വർക്ക് കിട്ടുമോ അറിയില്ല. സെക്കൻഡ് സെമി ഫൈനലിൽ റോയൽ ട്രാവൽസ് കോഴിക്കോടും ലിൻഷ മെഡിക്കൽസ് മണ്ണാർക്കോടും. കളി മലപ്പുറം ഒതുക്കുങ്ങൽ. അസ്ലം കളിക്കാർ ഇത് നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടാട്ടോ. പ്ലെയർ പോകുന്നത് റെഡിയാവും. ഇന്ന് ക്ഷമയോടെ കാത്തിരുന്നു. ഷാനവാസില്ല. ഫിഫ കോയിനി അർണോൾഡ് കുട്ടന്. ഓക്കെ. അതൊന്നും കൊടുക്കൂല. അതിലേറെ വലുത് കൊടുത്തിട്ടില്ല. എന്താ ചെയ്ത് കൊടുക്കൂല. അതിലേറെ വലുത് കൊടുത്തിട്ടില്ല. സ്കോർ 0-0. കേട്ടോ. കളി 16 മിനിറ്റ്. 0-0. എന്തിവിടെ സീന്? കോയിമി പിന്നെ എന്താ സീനല്ല? ഒരതുണ്ടല്ല. സൂപ്പർ പോയി. സൂപ്പർ റോയലുമായിട്ട് പോയി ക്വാർട്ടറിൽ. ടൈം 16 മിനിറ്റ് കേട്ടോ. 16 മിനിറ്റ്. ടുട്ടുണ്ട്. മലപ്പുറം പോയി സാലിമ ക്വാർട്ടറിന് തോറ്റു. ഫൈനൽ ലൈവ് തരാൻ ശ്രമിക്കാം. നെറ്റ്വർക്ക് കിട്ടിയ എല്ലാ കളിയും ലൈവ് തരും. റോയൽ കപ്പുണ്ടേ. ഞാൻ പേജിന് 4000 പേജിലേക്ക് ഇട്ടാ വീഡിയോയിലേക്ക് ആൾ ഇന്ത്യ സെവൻസ്. ഫൗള് വരണമെങ്കിൽ ഒന്നും ജയിച്ചിട്ടാണല്ലേ തോറ്റി. അങ്ങനെയാകുമ്പോൾ വലിയ റഫ് കളിച്ചോളടാ 2 ടീമും.
എന്നാലും കഴിഞ്ഞൊക്കെ ഫസ്റ്റ് ഭയങ്കര അതെ റഫി ജലീലാണ്. അല്ല എൻ്റെ സമീർ ഭായി ആണുള്ളത്. സമീർ ഭായി എവിടെങ്ങള് കാണില്ല കേട്ടോ. സ്കോർ 0-0. 18 മിനിറ്റ് 0-0. തീരുമാനമൊന്നുമില്ല. സഫീറിനെ വരയ്ക്കണം. സ്കോർ FIFA 0 Sky Blue 0. എന്താ പാട് ഒരു പേരുമില്ല കേട്ടോ. കുറച്ച് ദിവസമായിട്ട് ലൈവിലും ഇല്ല. ഞാൻ എന്ന് ഇവിടെ തന്നെ ലൈവിടില്ല. കേട്ടോ നല്ല ടീം. സ്കോർ 0-0. ഡേഞ്ചർ അടിയാണ്. എത്തിയല്ല മുജീബായി. മുജീബായി സ്കോർ ആഷിഖലി 0-0. എല്ലാവരും ഓടും കൂടി. സ്കോർ 0-0. എല്ലാവരും ലൈക്കും ഷെയറും അടിച്ചാണ്. ഷെയർ ചെയ്യും. എന്താ പ്രവചനം മുജീബാക്ക ഇട്ടുകൊണ്ട് കുറേ ആൾക്കാരെ കിട്ടി. പ്രാണി കടിച്ചു. കളി തോറ്റാലും ജയിച്ചാലും സെക്കൻഡിലൊക്കെ ഉണ്ടല്ലോ. അവിടുന്ന് അടിക്കാൻ കഴിഞ്ഞടാ. ഇതെത്താ ഇത്? അസറുദ്ദീൻ പൂക്കോട്ടോ, താങ്കൾ എവിടെ നിന്നാണ് കളി കാണുന്നത്? സഫീറില്ല. ആഷിഖലി അനദർ ടീം സ്കൈ ബ്ലൂ എടപ്പോൾ. ഞാൻ അവിടെ പിൻ ചെയ്തിട്ടുണ്ട്. തെക്കേപ്പുറം FIFA 0 സ്കൈ ബ്ലൂ. സ്വർണ്ണു എന്താണ് പറയാ, ഫസ്റ്റ് ക്ലബ് തെക്കേപ്പുറം. ടീം ഫിഫ മഞ്ചേരി സ്കൈ ബ്ലൂ എടപ്പാള്. കളി ഒതുക്കുങ്ങൽ റോയൽ കപ്പ്. ടൈം 22 മിനിറ്റ്. സലാമിന് പച്ചള്ള ഉണ്ടാവില്ല ആദ്യം. 0-0. ടൈം 22 മിനിറ്റ്. മെഡിക്കൽസ് കുഴപ്പമില്ല, അടിപൊളി കളിയാണ്. KSയിലൊക്കെ എത്തില്ല നിങ്ങള്? എന്നെ പോയി നിങ്ങള് അസറുള്ള കിങ്സിൽ ഏതിലുമില്ല, എത്തിയിട്ടില്ല. ബാദുഷ സ്കോർ 0-0. മങ്കട കുട്ടനുണ്ട്.
ഗോൾ അടിച്ചിട്ടില്ല 0-0. ഈ ചങ്ങായത്തെ നോക്കിക്കാങ്ങാ ഫോറിൻ പ്ലേയേഴ്സ് ഒന്ന് ടുട്ടു പിന്നെ ഒന്ന് അപ്പു അങ്ങനെ ഏതൊരു പ്ലെയറാണ്. ആരോട് നാലാമത് വിങ് ബാക്ക് അല്ലേ, ഒരു ഉഷാറില്ല. ഫ്രാൻസിസ് ഇല്ല, അർണോൾഡ് കോയിമി കുട്ടൻ. സ്കോർ 0-0. സ്കൈബ് കുഴപ്പമില്ല, അത്യാവശ്യം കളിക്കണ്ടേ. ഷാനവാസ് എന്നില്ല. 0-0. ഇപ്പോഴത്തെ ലൈവ് കാണുന്ന ആരെങ്കിലും ഒരു സ്കോർ കമന്റ് ചെയ്തെടുക്കാൻ കഴിയുമെങ്കിൽ കമന്റ് ചെയ്ത് കൊടുക്കണേ. സ്റ്റോപ്പർ ഷെയിം സൂമയാണ്, കളിയോടെ മിസ്സായി. സ്റ്റോപ്പർ ഷെയിം കേട്ടോ. സ്കോർ 0-0. അർണോൾഡ് കുഴപ്പമില്ല, ഷഫീറില്ല. ഈ സീസണിൽ പോകാൻ ഇവിടെയാണ്, ഈ സീസണിൽ പോകാൻ പുറത്താണ്. ഷാനവാസിന്റെ പകരം അവരെ റൈറ്റ് വിങ് കളിച്ചിരുന്ന ഷഹീം. സ്റ്റോപ്പർ ഷഹീം. ടൈം 26 മിനിറ്റ്. കൂട്ടം കളിച്ചു കുട്ടനുണ്ട്, സഫീറിന് പരിക്കാണ്. ഈ കൊല്ലം സീസൺ തുടങ്ങുകയാണ്. കഴിഞ്ഞ സീസൺ എന്ന് പറയാം, അപ്പൊ കളിച്ചോ. എന്റെ ഷർട്ടിന്റെ ഉള്ളിൽ എത്തോ കണ്ണതിന് പുറത്തേക്ക് എടുത്തോ. റോങ് കമന്റ് എഴുതിട്ടാ, റോങ് സ്കോർ എഴുതി. ഉസ്മാണ്ട് കളി 0-0. ഇല്ലില്ല, ഗോൾ അടിച്ചിട്ടില്ല. 0-0. ഫോൺ ഞാൻ സൂം ചെയ്തിട്ടില്ല. ടൈം 27 മിനിറ്റ്. ഇരുപത്തെട്ട് മിനിറ്റ് 28. വിഷ്ണു 28 മിനിറ്റ് കേട്ടോ.
സൈലന്റ് ഓഫ് കമ്പനി തിരിക്കുന്നു. സ്കോർ 0-0. ഇല്ല, കാർഡ് കൊടുത്തിട്ടില്ല. ഫൈനൽ എന്നാണെന്നറിയില്ല. സ്കോർ 0-0. കളി ഒതുക്കുന്നില്ല. കളി ഗ്യാപ്പ് പരിപാടിയില്ല. ഉനീസേ നങ്കുത്തേ സീതൽവിയേ എന്താ പാട് ഉനീസ? പിന്നെ ഉനീസ ഒരു ഇത് വീട്ടിലുണ്ട്. ഉനീസ കളി കണ്ടിട്ട് ചെന്ന് പേഴ്സണലായിട്ട് മെസ്സേജ് ഒക്കെ ഉണ്ട്. ആ കളി ഇളക്കല്ല. 800 ആൾക്കാർ കളി കാണുന്നുണ്ട്. ഓലെല്ലാവരും തെറി ഞാൻ കേൾക്കുന്നുണ്ട്. 800. ഫിഫ എങ്ങനെയുണ്ട്? ഫിഫ ഫൗള് കുഴപ്പമില്ല. അതെ, സെമി ഫൈനലിലെ ഫസ്റ്റ് ലെഗ് കളി ആവറേജ് ഉള്ളൂ. ഒരു ചെറിയ പരിക്ക്. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. റൈറ്റ് വിങ് അഖിൽ. മദീന ഇവിടുന്ന് ഫസ്റ്റ് റൗണ്ടിൽ തന്നെ പോയിക്കണം. ഫോൾ ചെയ്ത് ഷെയ്മ. ടീം സ്കൈ ബ്ലൂയോടൊപ്പം ഫിഫ അഞ്ചേരി. കളി മലപ്പുറം ഒതുക്കുമല്ലേ. ഫസ്റ്റ് ഹാഫിലെ ലാസ്റ്റ് മിനിറ്റ് കേട്ടോ. നാളത്തെ കളി ഫസ്റ്റ് ഹാഫ് 1 മിനിറ്റ് കഴിഞ്ഞാൽ അറിയാം. അടുത്ത സെമി റോയലും ലിൻഷിയും. റോയൽ ട്രാവൽസും ലിൻഷ മെഡിക്കൽസ് മണ്ണാർക്കാടും. സൂം ചെയ്തിട്ടില്ല കേട്ടോ. സ്കോർ 0-0. ഫസ്റ്റ് ഹാഫിലെ ലാസ്റ്റ് മിനിറ്റ്. ഇതുപോലെ എന്ന സ്ഥലം മലപ്പുറം കോട്ടക്കലടുത്ത്. ഒരു മിനിറ്റ് എക്സ്ട്രാ ടൈം. ഫസ്റ്റ് ഹാഫിൽ 1 മിനിറ്റ്, ലാസ്റ്റ് മിനിറ്റ്. ഫസ്റ്റ് ഹാഫിലെ ലാസ്റ്റ് മിനിറ്റ് കേട്ടോ. കളി സൂം ചെയ്തിട്ടില്ല. ഫൈനലല്ല, സെമി ഫൈനൽ. ഇനി വലിച്ചിക്കണോക്കാ ഇട്ടോടട്ടാ നോക്കാം. അല്ലെങ്കിൽ ഉറപ്പല്ലത് എടുത്ത് എറിഞ്ഞടിയനാ. സഫീറിന് പരിക്കാണ്. സ്കോർ 0-0. ഫസ്റ്റ് ഹാഫ് 0-0. സെക്കൻഡ് ഹാഫിൽ എല്ലാവരും വരും. അൽമിൻഹാൾ പോയി. സെക്കൻഡിലേക്ക് ഉണ്ട്. സ്റ്റേഡിയത്തിലെ നല്ലവരായ മാന്യ ഫുട്ബോൾ പ്രേമികളും നിങ്ങളുടെ വിനീതമായ ഒരു സഹായ മനസ്സിനെ അഭ്യർത്ഥിക്കുകയാണ്. മഞ്ചേരി പുല്ലഞ്ചേരി പള്ളിപ്പടിയിൽ താമസിക്കുന്ന മദ്രസ അധ്യാപകനായ സുലൈമാൻ എന്ന വ്യക്തിയുടെ കിഡ്നി സംബന്ധമായ അസുഖത്തിലെ ചികിത്സാ ഫണ്ടിലേക്ക് ആ പ്രദേശത്തെ ചില സുഹൃത്തുക്കൾ നിങ്ങളെ ഓരോരുത്തരെയും നേരിൽ കാണുകയാണ്. ഏതൊരു സമ്പന്നനെയും ദിവസങ്ങൾ കൊണ്ട് മർദ്ദനാക്കി മാറ്റുന്ന വർത്തമാനകാലം അനുഭവിക്കുന്ന കിഡ്നി സംബന്ധമായ ധാരണ അസുഖത്താൽ പ്രയാസം അനുഭവിക്കുന്ന ഇദ്ദേഹത്തെ സഹായിക്കാനുള്ള സന്മനസ് നിങ്ങളുടെ വിനോദമായി അഭ്യർത്ഥിക്കുന്നു. ആ പ്രദേശത്തെ ചില സുഹൃത്തുക്കൾ ഇന്നത്തെ മത്സരത്തിനിടെ നിങ്ങളെ ഓരോരുത്തരെയും നേരിൽ കാണുകയാണ്. കഴിയുന്ന സഹായം നൽകി സഹായിക്കണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. ഓരോ ദിവസവും സ്റ്റേഡിയത്തിൽ ഭാഗ്യശാലികളെ കാത്തിരിക്കുന്നു ആകർഷകമായ സമ്മാനങ്ങൾ. ടിക്കറ്റ് നറുക്കെടുപ്പിലൂടെ സ്റ്റേഡിയത്തിൽ 5 ഭാഗ്യശാലികൾക്ക് ആകർഷകമായ സമ്മാനം സ്പോൺസർ ചെയ്യുമ്പോൾ ഒതുക്കുന്നതിന്റെ ആദര സേവന രംഗത്ത് ആധുനികതയുടെ പ്രൗഢബാധാകനമായി
ഉടൻ പ്രവർത്തനം ആരംഭിക്കുന്ന മെഡ്കയർ ഓരോ ദിവസവും ഒരു ഭാഗ്യശാലിക്ക് മൊബൈൽ ഫോൺ സമ്മാനമായി നൽകുമ്പോൾ ഇന്നത്തെ സമ്മാനത്തിന് അർഹമായ ആദ്യ ഭാഗ്യ നമ്പർ 4208442084. ഹോട്ടൽ ഡെലീഷ്യ സമ്മാനിക്കുന്ന ബ്രോസ്റ്റ് ചിക്കന് വേണ്ടിയിട്ടുള്ള ടിക്കറ്റ് നറുക്കെടുപ്പിലെ സമ്മാനത്തിന് അർഹമായി ഇന്നത്തെ രണ്ടാമത്തെ ഭാഗ്യ നമ്പർ 605513 ദാർഷിഫ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കുന്നംപുറം ഓരോ ദിവസവും ഒരു ഭാഗ്യശാലിക്ക് തികച്ചും സൗജന്യമായി ബോഡി ചെക്കപ്പ് സ്പോൺസർ ചെയ്യുമ്പോൾ ഇന്നത്തെ ഭാഗ്യ നമ്പർ 59354 ഫേമസ് ഹോട്ടൽ ആൻഡ് കാറ്ററിംഗ് ഒതുക്കുന്നിൽ സമ്മാനിക്കുന്ന 475 ഹോട്ടൽ ഡെലീഷ്യ സമ്മാനിക്കുന്നു സീസൺ ടിക്കറ്റിൽ ഒരു ബ്രോസ്റ്റ് ചിക്കൻ. സീസൺ ടിക്കറ്റിലെ ഇന്നത്തെ സമ്മാനത്തിന് അർഹമായ ഭാഗ്യ നമ്പർ 18171817. റോയൽ പദ്ധതിയിലെ സെമിഫൈനൽ ടൂർണമെന്റിലെ പടനയിച്ച യത്നങ്ങളെല്ലാം പരാജയപ്പെട്ടപ്പോൾ ആത്മഹത്യയെക്കുറിച്ച് പോലും ആലോചിച്ച് ഗുഹാമുഖ തടകം തേടിയ സമയത്ത് ഒരു ചിലന്തി വലയിൽ നിന്ന് വീരം ഉൾക്കൊണ്ടുകൊണ്ട് നെപ്പോളിയൻ ബോണോപാർട്ട് ചരിത്രം മാറ്റി എഴുതിയിട്ടുണ്ടെങ്കിൽ യുദ്ധക്കലത്തിൽ പ്രാണന് വേണ്ടി നിലവിളിക്കുന്ന 10,000ങ്ങളുടെ രോദന ശബ്ദങ്ങൾ കേട്ടില്ലായിരുന്നുവെങ്കിൽ, അശോക ചക്രവർത്തിയുടെ ചരിത്രം നമുക്ക് കേൾക്കാൻ കഴിയില്ലായിരുന്നുവെങ്കിൽ, ചരിത്രം പിറവിയെടുക്കുന്നത് ഓരോ അനർഘവേളകളിലാണ്. നാളെ മലപ്പുറം ജില്ലയുടെ കായിക വസന്തത്തിലെ മറ്റൊരു ചരിത്രത്തിന് ഈ സ്റ്റേഡിയം സാക്ഷ്യം വഹിക്കുകയാണ്. കളകാരം മുടക്കുന്ന കിളികളുടെ കളകനാദം കേട്ടുനിരുന്ന സൂര്യൻ പടിഞ്ഞാറൻ ചക്രവാള സീമയെ ചെമ്പരത്തിയുടെ ചെഞ്ചായം അണിയിക്കുമ്പോൾ തലപ്പക്കടം വാരി വിതറിയതുപോലെ ഇറ്റാലിയൻ യൂറോ ലൈറ്റുകൾ മിടിതുറക്കുന്ന ഒതുക്കുന്നിൽ ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിൽ സെമിഫൈനൽ പോരാട്ടത്തിൽ ആധിപത്യം നേടാൻ വമ്പന്മാരെ പരാജയപ്പെടുത്തിയ ആത്മവിശ്വാസത്തോടുകൂടെ ലിൻഷ മെഡിക്കൽസ് മണ്ണാർക്കാട് ഒരു ഭാഗത്ത് ഈ വർഷത്തെ ഏറ്റവും വിലപിടിപ്പുള്ള താരങ്ങളുമായി കളിഭൂമികയിലെത്തുന്ന റോയൽ ട്രാവൽസിന്റെ താരനിരികമായി എത്തുന്ന മാസ്ക് ഗാന്ധിനഗർ റോയൽ ട്രാവൽസ് എഫ്സിയും ലിൻഷ മെഡിക്കൽസ് മണ്ണാർക്കാടും തമ്മിൽ ടൂർണമെന്റിൽ നാളെ രണ്ടാം സെമിഫൈനൽ പോരാട്ടത്തിൽ വികസന സമൃദ്ധിയുടെ വിഭാവനം ചാർത്തി സമൃദ്ധിയുടെ കളിത്തട്ടിലിൽ ഊഞ്ഞാലാടി മോഹങ്ങളുടെ സ്വപ്നമേഖല യാഥാർത്ഥ്യമാക്കി കാലത്തിന്റെ കാലച്ചുകളെ മാറ്റത്തിന്റെ മാറ്റുലിമുടിക്ക് സ്വീകരിച്ച് ചരിത്രക്കാരന്റെ തൂലികത്തുമ്പിൽ കൂടി നിരവശയം പ്രവഹിക്കുന്ന മഷുബിന്ദുക്കൾക്ക് പറഞ്ഞു തീർക്കാൻ കഴിയാത്ത കായിക വസന്തത്തിന്റെ അത്ഭുത പേമാരികൾക്ക് സാക്ഷ്യം വഹിക്കുവാൻ ഒതുക്കുന്നിൽ ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിലേക്ക് മാന്യ ഫുട്ബോൾ പ്രേമികളെ സ്വാഗതം ചെയ്ത് ടൂർണമെന്റിന്റെ രണ്ടാം സെമിഫൈനൽ പോരാട്ടത്തിന്റെ ആദ്യ ഭാഗം മത്സരത്തിൽ നാളെ ലിൻഷ മെഡിക്കൽസ് മണ്ണാർക്കാട് റോയൽ ട്രാവൽസ് എഫ്സിയുടെ താരനിരകമായി എത്തുന്ന മാസ്ക് ഗാന്ധിനഗറും തമ്മിൽ.
0-0. അനൗൺസ് ജാബർ മഞ്ചേരി. അനൗൺസർ കിഡ് അനൗൺസറാണ് ജാബർ മഞ്ചേരി. ഒരു രക്ഷയില്ലാത്ത അനൗൺസറാണ്. ലേറ്റ് കുറഞ്ഞു. സെക്കൻഡ് ഹാഫ് സ്റ്റാർട്ട് ആവാണ്. സ്കോർ 0-0. സെക്കൻഡ് ഹാഫ് സ്റ്റാർട്ട്. ഷെയ്ൻ അങ്ങനെയുണ്ട്. ഷെയ്ന് കുഴപ്പമില്ല. സ്കോർ 0-0. എവിടാ ഗൾഫോണിലാ? എത്ര പേരാണ്? ഷാനവാസില്ല. എത്ര GB? രണ്ട് ചെറിയും കൂടി കൊടുത്താൽ മതി. 25 റുപ്യക്ക്. ഓക്കെ ബൈ. ഓക്കെ ബ്രോ. FIFA 1 Sky Blue 0. പറ്റുമെങ്കിൽ യുനാബു എടുക്കടാ. ടൈമുണ്ട്. മിനിറ്റ് ആകെ 1 മിനിറ്റ് കഴിഞ്ഞിട്ടുള്ളൂ. നടക്കി FIFA 1 Sky Blue 1 ഇടോ. സഫീർ ഇല്ല. സൂപ്പർ സേവ്. അടിപൊളി ഗോളല്ലേ? സൂപ്പർ ഗോളാ. നല്ല ഗോളാ. 1-1. ഇപ്പൊ സലാമിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് റിഫ്ലക്ഷനാണ് ആ ബോൾ. കളി തുടങ്ങി 2 മിനിറ്റ് ആയപ്പോൾ 2 ടീമും ഓരോ സ്കോർ ചെയ്തു. സെക്കൻഡ് ഹാഫ് തുടങ്ങിയിട്ടുള്ളൂ. 1 മിനിറ്റ് ആയപ്പോൾ FIFA അടിച്ചു. പിറ്റത്തെ മിനിറ്റിൽ തന്നെ തിരിച്ചും കൊടുത്തു. ആവശ്യപ്പെടല്ല. ചില നേരത്തെ അത്യാവശ്യ ഘട്ടങ്ങളിൽ സ്കോർ ചെയ്യാൻ അങ്ങനെ കളി സീസണിലെ ഫസ്റ്റ് കളിയില്ല. സ്കോർ ചെയ്തത് അഖില്. ഫിഫക്കും വേണ്ടി അഖില്. സ്കൈ ബ്ലൂവിന് വേണ്ടി സ്കോർ 1-1. സ്കോർ 1-1. ഐറ്റങ്ങൾ രണ്ടും കൂടി നല്ലതാട്ടാ. സ്കോർ 1-1. അന്ത്യ മുസ്തഫ ഭായി ഗോള് കണ്ടില്ലേ? ഷെയ്ൻ്റെ നമ്പർ 2.
കുഴപ്പമില്ല. പിന്നെ വീടിന് വരാണ്ട് ഇറക്കും. സ്കോർ 1-1. സമയം 4 സമൂഹ ഭായി ഷെയിൻ്റെ നമ്പർ തന്നെ 2. ഷെയിൻ നമ്പർ 2. കുട്ടൻ നമ്പർ 10. ഷെയിന് നമ്പർ 2. കുറച്ചടുത്ത് പോയിരിക്കായിരുന്നു അല്ലേ? ശരിയാ. 1-1 കളി. 1-1. അതെ, എടപ്പാൾ പോയിട്ട് ഉസ്മാനാഷിക്ക് റോയൽ ട്രാവൽസിൽ. സമത് ഭായി നിങ്ങളാ സ്കോർ ഒന്നിട്ട് ഞാൻ പിൻ ചെയ്ത് വെച്ചോ. സ്കോർ പിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ലൈവ് എല്ലാ ദിവസവും പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ ഗ്രൂപ്പിലുണ്ടാവും കേട്ടോ. കുറേ നേരം കേട്ടാ. എത്തുണ്ടായി ഒരു അർണോൾഡോ മറ്റൊരു തോണ്ട് പോകാൻ പറ്റും. തോണ്ട് ടൈം സെക്കൻഡ് ഹാഫ് 7 മിനിറ്റ് 37 മിനിറ്റ് കളിട്ടാ. ഓക്കെ മുസ്തഫ. അൽക്കല്ല ജലീലാണ് ഫ്രീ. രണ്ടാക്കും കിട്ടി. സ്കൈ ബ്ലൂ സ്റ്റോപ്പർ അബു. ടൈം 7 മിനിറ്റ് സെക്കൻഡ് ഹാഫ് 7 മിനിറ്റ്. ടുട്ടു കളിക്കുന്നുണ്ട്. ടുട്ടുണ്ട്. എന്താ വോയിസ് കാ? ആരാണ്? ആരുമല്ല, ഞാനാ. എല്ലാം കിട്ടിയത് ഒന്ന് കൊയ്മിക്കും ഒന്ന് അബൂനും. രണ്ടാളും കുറേ നേരമായിട്ട് ചൊറിയുണ്ട്. രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും. ഓൻ്റെ ആടിയുണ്ടല്ലോ. അതെ, ഫിഫയുടെ കീപ്പർ സലാമാണ്. ടുട്ടു അത്യാവശ്യം നല്ല രീതിയിൽ കളിക്കുന്നുണ്ട്. ഫിഫക്ക് ഗോൾട്ടത് റൈറ്റ് വിങ് ബാക്ക് അഖിൽ. അബു തിരിച്ചിട്ട് തിരിണില്ലല്ലോ. ഉസ്മാൻ ഉണ്ട്. എടപ്പാളിൻ്റെ കീപ്പറെ പേര് കറക്റ്റ് ഞാൻ മറന്നുപോയി. ഓർമ്മ ഉണ്ടായിരുന്നു. ഒരു മിനിറ്റ്, ഞാൻ ക്യാമറ ഒന്ന് തുടക്കട്ടെ. ഈ ക്യാമറ എന്തെങ്കിലും ഇതുണ്ടാവും, വിരലടയാളുണ്ടാവും. ഞാൻ പിന്നെന്തോ ക്ലിയർ ആകെ മാറി. ഇരുണ്ട് ഗ്രൗണ്ട്. സ്കോർ 1-1. വാസിൽ സാന്റോസ്.
ഷാനവാസ് ഇന്ന് വിദേശത്ത് പോയി, കളിയുണ്ട് അവിടെ. ഷാനവാസില്ല, എടപ്പാള കീപ്പർ ജസീർ. ഓക്കെ, ഷെഫീറിന് പരിക്കാണ്. ടൈം 5 മിനിറ്റ്, സെക്കൻഡ് ഹാഫ് 5 മിനിറ്റ്. ഉസ്മാൻ സ്കോർ 1-1. സ്കോർ അവിടെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒന്ന് ശ്രദ്ധിക്കുക. സ്റ്റോപ്പർ ഷഹീന്, ഫിഫയുടെ സ്റ്റോപ്പർ ഷഹീന്. വിദേശത്ത് ജിദ്ദയിലാണ് കളിയെന്നാണ് തോന്നുന്നത്. ഉസ്മാൻ ഗോൾ സ്കോറർ ഒന്ന് ടുട്ടും ഒന്ന് അഖിലും. കുട്ടുണ്ട്, ഫ്രാൻസിസ് ഇല്ല, 2 ഫ്രാൻസിസും ഇല്ല. അർണോൾഡ്, കോയ്മി, കുട്ടന്. സ്കോർ 1-1. സ്കോർ 1-1. ഇല്ലാന്നാ തോന്നുന്നു. എന്നെ കാണണമെങ്കിൽ FB-ൽ എൻ്റെ പേര് സെർച്ച് ചെയ്യുക, മുസമ്മിൽ VP. പിന്നെ സേഫ് കളിക്കാൻ ഷാനവാസ്, ജിദ്ദ ബ്ലൂ സ്റ്റാർ. അതന്നെ, ജിദ്ദക്ക് വേണ്ടി, ബ്ലൂ സ്റ്റാർ ജിദ്ദക്ക് വേണ്ടിയിട്ട്. ഗോളി സലാമ്. സ്കോർ 1-1. കളി റോയൽ ട്രാവൽസ് റോയൽ ട്രാവൽസ് നാളെ സെമിയിലുണ്ട്. പിന്നെ ടൈം 12 മിനിറ്റ്, സെക്കൻഡ് ഹാഫ് 12 മിനിറ്റ്. ദുബായ് ഇളക്കല്ല, ഇളകിക്കൊണ്ടിരിക്കണം. സ്റ്റേഡിയം ഫുള്ളല്ലേ. ഫ്രാൻസിസ് ഇല്ല. നാളെ ലിൻഷ മെഡിക്കൽസ് മണ്ണാർക്കാടും റോയൽ ട്രാവൽസ് കോഴിക്കോടും സെക്കൻഡ് സെമി. ഫ്രാൻസിസ് അപ്പോൾ സ്റ്റോപ്പറിൽ പോടാ. ഫ്രാൻസിസ്മാർ സീസണിൽ വരും. സലാമ കുഴപ്പമില്ല, സലാമ കുഴപ്പമില്ലാത്ത കളി കളിക്കുന്നു. സലാമ അത്യാവശ്യം നല്ല സേവുകൾ ഉണ്ടെന്ന്, കുഴപ്പമില്ല. മുട്ട വിവക്ക് ഇതാണ്, ചായ വേണം. ഇവൻ്റെ കീപ്പർ സലാമ്. മക്കളെ ഞാൻ സൂം ചെയ്തിട്ടില്ല, നിങ്ങളെന്ത് മനസ്സിലാക്കാത്ത സൂം ചെയ്തിട്ടില്ല ഫോൺ. സ്കോർ 1-1. ടൈം സെക്കൻഡ് ഹാഫ് 14 മിനിറ്റ്.
മുട്ടക്കാക്കന്ന് സ്കൈ ബ്ലൂവിൻ്റെ ഒപ്പം ഷാനവാസ് ഇല്ല. ടുട്ടു ഒരു ഫോർവേഡ് ടുട്ടു. സ്കോർ 1-1. അഡബേറ കിങ്സിൽ ഈ സീസണിൽ ഇല്ല. ടൈം 14 മിനിറ്റ്. സെക്കൻഡ് ഓവർ 14 മിനിറ്റ്. നീസ ഒന്ന് ഇയാൾ അവിടെ ഇരുന്നാ ചെയ്യും. ഇന്ന് സമനിലായാലും അടുത്ത കളി ജയിക്കുന്നവർക്ക് കയറാം. ഗോൾ ശരാശരി ഇല്ല. ആരാ കൂടുതൽ ജയിക്കണോ, 2 കളിയിലെ ആര് ടീമാണ് കൂടുതൽ ജയിക്കണോ അവർക്ക് കയറാം. 2 ടീമും ഒരേപോലെ 1-1 2 ഓരോ കളി ജയിച്ചാൽ പെനാൽറ്റി. അല്ല ഗോൾ എത്ര അടിച്ചു എന്നുള്ളതിന് പ്രസക്തി ഇല്ല. നിങ്ങളേറെ പറയുന്നേ ടുട്ടു ഒരു ഫോറിൻ പ്ലെയറാണ്. മലയാളി ടുട്ടല്ല, മലയാളി ശ്രീജിത്ത്. എൻ്റെ അക്കൗണ്ട് മുസമ്മിൽ VP. സെമി മുതൽ ലീഗല്ല, 2 ലക്ക്. ട്രോഫി എല്ലാവരും ഉണ്ടായില്ലേ, നാട്ടിലത്തെ ഒരു ഇതും ഗൾഫിലുള്ള ഒരു ഇതും ഉണ്ടായിരുന്നു. സ്കോർ 1-1. കുട്ടൻ ഞാൻ ഇവിടുത്തെ മാത്രം ലൈവ് ഇടുള്ളൂ. കേരളത്തിലെ എല്ലായിടത്തും ഇതെൻ്റെ നാട്ടിലായതുകൊണ്ട് ലൈവ് ഇടുള്ളൂ. അല്ലാതെ ഞാൻ എല്ലായിടത്തും പോകാറില്ല. അർണോൾഡ് ഉണ്ട്. അറിയാം. എന്നെ കമ്പ്രാൻ വെച്ചിട്ട് ഞാൻ അതിലൊരു ബി ചേർക്കാം. നാളെ കളി റോയൽ ട്രാവൽസ് കോഴിക്കോടും മെഡിക്കൽസ് മണ്ണാർക്കാടും. സെക്കൻഡ് സെമി. സ്കോർ 1-1. എന്താ വെച്ചാൽ ഞാനൊന്നും കണ്ടിട്ടില്ല. ഷാനവാസ് ഇല്ല. സെക്കൻഡ് ലെഗ് നാളെ അല്ല, നാളെ സെക്കൻഡ് സെമിയാണ്, സെക്കൻഡ് ലെഗ് അല്ല. നാളെ റോയലും അലി ഉമർ എന്താ പറഞ്ഞേ, ഞാൻ കണ്ടില്ല ആ കമന്റ്. നാളെ റോയലും ലിൻഷ മെഡിക്കൽസും. ടൈം സെക്കൻഡ് ഹാഫ് 18 മിനിറ്റ്. ഫൈസ്ക ഒരുപാട് ആൾക്കാർ ചോദിക്കൂട്ടാ ഇനി പേജിൽ ലൈവ് ഇടാൻ. ഞാൻ പോയാൽ ആരാ കൂടുതൽ ഓഫർ ആയിരുന്നു ഞാൻ പോട്ടെ. കുട്ടുണ്ട് ബോള് പുറത്താണ്, ത്രോവാണ്. കളി ആവറേജ്. ഉസ്മാനുണ്ട്.
ടൈം 19 മിനിറ്റ്, സെക്കൻഡ് ഹാഫ് 19 മിനിറ്റ്. Sky Blue 2, FIFA 1. നാളെ കളിയുണ്ട്. അല്ല സർ, ഈ സീസണിലില്ല. സ്കൈ ബ്ലൂ 2 FIFA 1. ആരെങ്കിലും ഒന്ന് ആ കമൻ്റ് ഒന്ന് ശരിക്കട്ടെ. സ്കൈ ബ്ലൂ 2 FIFA മഞ്ചേരി 1 ഒന്ന് പിൻ ചെയ്യണം. ഓക്കെ, താങ്ക് യു അനീസ. താങ്ക്സ് എടാ, താങ്ക്സ്. അപ്പോൾ സലാമിൻ്റെ മിസ്സിംഗ് ആണ്. സലാമ ബോള് ക്യാച്ച് ഇതായില്ല, കൊളർത്തിട്ടില്ല ബോള്. ആ നോക്കുന്നു ആ ബോൾ അങ്ങനെ കൊളർക്കൂലടാ. കളി സ്റ്റാർട്ടിങ് ഏകദേശം 8:30 8:45 അടിച്ചുവിടാം. ഒരു 8:30 8:45 കളി സ്റ്റാർട്ട് ചെയ്യും. അടിച്ചത് ശ്രീജിത്ത്. ഫസ്റ്റ് ഗോൾ അടിച്ചിട്ടു, സെക്കൻഡ് ഗോൾ ശ്രീജിത്ത്. എടാ ഈ സെൻട്രല്ലേ ഗോൾ സ്കോർ ചെയ്ത് ഞാൻ ചെക്കന് ഓൻ കഴിഞ്ഞ കളി അടിപൊളിയായിട്ട് കളിച്ചിരുന്നു. ആ സമീർ ഭായി FIFA 1 സ്കൈ ബ്ലൂ 2 വൈസ് ഭായി എന്താ ജീവിക്കണ്ടേന്ന്. അപ്പം അങ്ങനെയൊക്കെ ആയില്ല. ഗോളടിച്ച ശ്രീജിത്ത് തുടങ്ങി ഫിഫക്ക് കുരു പൊട്ടി. ടൈം സെക്കൻഡ് ഹാഫ് 21 മിനിറ്റ്. സെക്കൻഡ് ഹാഫ് 21 മിനിറ്റ്. 2-1. ഇവിടെ എല്ലാവരും അധികം ഫിഫക്ക് എതിരെ തന്നെ നിൽക്കല്. ലിൻഷ നാളെ സെമി ഫൈനലിലുണ്ട് റോയൽ ട്രാവൽസ് ആയിട്ട്. ടിക്കറ്റ് 70 രൂപ. ടിക്കറ്റ് 70 സെമി ഫൈനലിൽ. ഫിഫൻ്റെ സ്റ്റോപ്പർ ഷഹീന്, വിങ് ബാക്ക് ഉസ്മാനും അഖിലും. ടൈം ബാക്കി 8 മിനിറ്റും കൂടി. ഷാനുമില്ല. 22 മിനിറ്റ്. സെക്കൻഡ് ഹാഫ് 22 മിനിറ്റ്. ബാക്കി 8 മിനിറ്റ്. സീറ്റ് ഫ്രണ്ട്സ് പിടിച്ച് വെച്ചിരുന്നു. സിംഗർ ഭായി ഓക്കെ. ആ രണ്ട് സൈഡ് പോക്കണമെന്ന് പറയാൻ പറ്റില്ല. ആ രണ്ട് സൈഡും പോക്കണം അറിയാൻ പറ്റില്ല. കാരണം ഇന്ന് ഇന്ന് ആ അർണോൾഡിനെ പിടിച്ച് കോട്ടക്കലല്ല, ഒതുക്കുങ്ങല്. ഷാനും ഇല്ല. സ്കോറ് സ്കൈ ബ്ലൂ 2 FIFA 1. സോണിയ സ്ക്രീൻഷോട്ട് എടുത്തേക്കോട്ടെ. ഞാൻ ഫിഫക്ക് എതിരൊന്നുമില്ല, അങ്ങനെയൊന്നുമില്ല. എന്നാലും കളിയുടെ ഒരു ഹരല്ലേ. സ്കൈ ബ്ലൂ 2 FIFA 1. 24 മിനിറ്റ് പറയും. അതെ, സെമി ലെഗാണ്. അബു ഫോറിൻ പ്ലെയർ ആണ്. അത്യാവശ്യം നല്ല സ്റ്റോപ്പർ ബാക്കായിട്ട് നിൽക്കുന്നുണ്ട്. ഇത്
മലപ്പുറം ഒതുക്കുങ്ങളെ മലപ്പുറം ഒതുക്കുങ്ങളെ ടൈം 23 മിനിറ്റ് 24 മിനിറ്റ് 24 മിനിറ്റ് വീണ്ടും ആബു കമൻട്രി പറയുമ്പോൾ നിഷ്പക്ഷമാവണമെന്നൊന്നുമില്ല. നമുക്ക് നമ്മുടെ കമൻട്രി പറഞ്ഞൂടെ? ഫ്രാൻസിസ് ഇല്ല. ഞാൻ ഉള്ള കാര്യമാണ് പറഞ്ഞത്. മറ്റേ ടീമിനില്ലാത്തതാണ് 1K ആയിട്ടോ. 1K ഇതെങ്ങനെയുള്ള സ്ക്രീൻഷോട്ട് ഇട്ടാ? മൂന്നോ വയസ്സാവുന്ന സ്ക്രീൻഷോട്ട് ചെയ്ത് വെച്ചാളി. രണ്ടാമത്തെ ടൈറ്റാ. അപ്പോൾ 1K ആക്കി തന്ന എല്ലാവർക്കും താങ്ക്സ്. കാട് സലാമിന് വെറുതെ റെഫറിയോട് ചൂടായതിന് ഗോളി 1 ജസീറും 1 സബ്സ്റ്റിറ്റ്യൂഷൻ കുട്ടനെ സബ് ചെയ്തു. നാളെ ലൈവ് ഉണ്ടാവും ഇൻഷാല്ലാ വിചാരിക്കാം. അതത്രേ പറയുള്ളൂ. കമൻറ്റ് നമ്മളെ മോശമായി കമൻറ്റ് ഉള്ളവർ വന്ന് ലൈവ് ഇടി. ഞാൻ കളി പോലും കാണുന്നില്ല. നിങ്ങൾക്ക് ലൈവ് ഇട്ടേരാണ്. കളി ശരിക്കും കാണാനും പറ്റില്ല. നാളെ ലൈവിൽ നോക്കാം. ഞാൻ എത്തുകയാണെങ്കിൽ നോക്കാം. ഷെർഫ് പറ്റുമെങ്കിൽ കളി കണ്ടോളി. ഞാൻ സംസാരിക്കാം. നേരത്തെ കാർഡ് സലാമിനായിരുന്നു. 27 മിനിറ്റ്. ഗ്രൗണ്ടിലുള്ള ആളുകളെ കണ്ടോളി. 963 ആൾക്കാർ കളി കാണുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് ഒരാൾക്ക് മാത്രമേ ഉള്ളല്ലോ ആ പ്രശ്നം, ബാക്കി ആർക്കും ഇല്ലല്ലോ. മിണ്ടണ്ടെങ്കിൽ മിണ്ടണ്ട, ഞാൻ മിണ്ടാതിരിക്കും. സ്കോർ 2-1. സ്കൈ ബ്ലൂ 2, ഫിഫ 1. കട്ടാക്കൂല. ഫ്രാൻസിസ്മാർ വരുമായിരിക്കും. അതെ, സെമി ഫൈനൽ ലീഗ് അടിസ്ഥാനത്തിലാണ്. 1 ടൊട്ടു സ്കോർ ചെയ്ത്, പിന്നെ 1 ശ്രീജിത്ത്. നാളെ ലിൻഷ മെഡിക്കൽസ് മണ്ണാർക്കാടും റോയൽ ട്രാവൽസ് കോഴിക്കോടും. സ്കോർ സ്കൈ ബ്ലൂ 2, ഫിഫ 1. സ്കോർ ഞാൻ പിൻ ചെയ്തിട്ടുണ്ട്. ശ്രീജിത്ത് കഴിഞ്ഞ കളി കളിച്ചിരുന്നു. അത്യാവശ്യം നല്ല കളിക്കുന്നുണ്ടല്ലോ. ടൈം 29 മിനിറ്റ്. എക്സ്ട്രാ ടൈം ഉണ്ടാവും. 29 മിനിറ്റ്.
ആർക്ക് ആദരാഞ്ജലികൾ? അതായത് സെമി ഫൈനലാണ്, സെമി ഫൈനൽ ലീഗാണ്. അതെ, സെമി ഫൈനൽ ലീഗ് കേട്ടോ. 2 പാദം. അതിൽ ആദ്യ പാദ മത്സരം ഇപ്പോൾ നടക്കുന്നുണ്ട്. ടൈം ലാസ്റ്റ് 30ാമത്തെ മിനിറ്റാണ്. എക്സ്ട്രാ ടൈം എത്ര ഉണ്ടെന്ന് അറിയില്ല. ഒന്നാ വാണി അമ്പലത്തെ മദീന 6 0 നല്ല സെമി തോറ്റു. സ്റ്റോപ്പർ ബാക്കിന് റെഡ് കാർഡ്, ഷെയ്ന് റെഡ് കാർഡ്, ഫിഫയുടെ സ്റ്റോപ്പർ ബാക്കിന് റെഡ് കാർഡ്. എക്സ്ട്രാ ടൈം എത്ര പറഞ്ഞേ? 3 മിനിറ്റോ? എക്സ്ട്രാ ടൈം 3 മിനിറ്റ് കേട്ടോ. ഇല്ല, ഇന്ന് പുറത്തായ ഫിഫ, ഇന്ന് തോറ്റു വെച്ചിട്ട് ഫിഫ പുറത്താവില്ല. സെക്കൻഡ് ലെഗ് ജയിക്കണം. സെക്കൻഡ് ലെഗ് ഫിഫ ജയിച്ചാൽ പെനാൽറ്റി ഉണ്ടാവും. സെക്കൻഡ് ലെഗ് സമനിലായാലും സ്കൈ ബ്ലൂ കയറും. സെക്കൻഡ് ലെഗ് സ്കൈ ബ്ലൂ ജയിച്ചാലും സ്കൈ ബ്ലൂ കയറും. 3 മിനിറ്റ് എക്സ്ട്രാ ടൈം കേട്ടോ. ഗാലറി ഫുള്ള് ഫിഫയ്ക്കെതിരാണ്. 80% ഫിഫയ്ക്കെതിരാണ് ഗാലറി. ഒരു ഒടുക്കാലം അങ്ങനെ ഉണ്ടായിട്ടുള്ളൂ. ഇതിൽ മെസ്സി ഇല്ല, അതിൽ അർണോൾഡും കോയ്മയും ടുട്ടും അബുവൊക്കെ ഉണ്ട്. ഇറങ്ങണം ചേട്ടാ, കൈ കാണിക്കണ്ടേ നമ്മളെ, എന്താ പറയാ, ആരാധകര് ആവേശം കൊണ്ടാണ്. ഫൈനല് ഏകദേശം ബുധനോ വ്യാഴൊക്കെ ആയിട്ട് കയറാൻ വരും. ഷാനുമില്ല. ഫിഫ പുറത്താവൂല, ഫിഫക്ക് സെക്കൻഡ് ലെഗ് ഉണ്ടല്ലോ. കാർഡ് കിട്ടിയത് സ്റ്റോപ്പർ ബാക്കിന് ഷാനു. സോറിട്ടാ, ഇതിലൂടെ ആൾക്കാർ ഇറങ്ങിയതാണ്. കളി ലാസ്റ്റ് മിനിറ്റ്. കളി ലാസ്റ്റ് മിനിറ്റ്. 1K ആയിട്ടുണ്ട് സെമിക്ക്. 2ാമത്തെ 1K. ലാസ്റ്റ് മിനിറ്റ്. ഇല്ല, ഫിഫ പുറത്താകൂല. സെക്കൻഡ് ലെഗ് ഉണ്ട്. ഫിഫ പുറത്താകൂല. താങ്ക്സ് അല്ല, ഞാൻ വരുന്നുണ്ട് പേഴ്സണലില്. ആരെ എനിക്ക് കളിച്ചാലോ? കളിച്ചില്ല. സെക്കൻഡ് ലെഗ് ഫിഫ ജയിച്ചാലോ എന്താ പെനാൽറ്റി ആവൂലേ? ഫസ്റ്റ് ലെഗ് കിട്ടാൻ നോക്ക്. അത് ഒക്കെ ഉണ്ടാവും. സത്യം പറഞ്ഞാൽ കാണികളാണ് ജയിപ്പിക്കണത്.
റിച്ചു സ്ഥലം ഞങ്ങളെ വടംവലി ലൈവ് ഒക്കെ ഉണ്ടാവുമല്ലോ പണിക്ക്. നാളെ ലൈവ് ഇടാം. ഞാൻ എത്തണേ ലൈവ് ഇടാം. ഫിഫക്ക് തോൽവി. അപ്പോൾ ശരി, നാളെ കാണാം. സെക്കൻഡ് ലെഗ് ഉണ്ട് ഫിഫക്ക്. ഫിഫ സെക്കൻഡ് ലെഗ് ജയിച്ചാൽ അത് കണ്ടോളി, ആവേശം. ജയിച്ചില്ലല്ലോ. റെഡ് കാർഡ് കിട്ടിയത് നാളത്തെ കളി ലിൻഷ മെഡിക്കൽസും നമ്മുടെ റോയൽ ട്രാവൽസും. ഫിഫ പൊട്ടിയ ആവേശം അവിടെ. റിച്ചസ് താരത്തോട് ഓക്കെ ഞാൻ കാണാറുണ്ട്. സെവൻസിന്റെ ആരാധകർ. ഓരോ ദിവസത്തെയും മത്സരത്തിലെ മാൻ ഓഫ് ദ മാച്ച് ആൻഡ് ഫസ്റ്റ് ഗോൾ സ്റ്റേഡിയത്തിലൂടെ ട്രോഫി സമ്മാനിക്കുന്നു. ഇന്നത്തെ മത്സരത്തിലെ മാൻ ഓഫ് ദ മാച്ച് ഏരിയൽ ടൈൽസ് സ്കൈ ബ്ലൂ എടപ്പാൾ സെന്റർ ഫോർവേഡ് ജേഴ്സി നമ്പർ 8 ടുട്ടു. ഇന്നത്തെ മത്സരത്തിലെ ഫസ്റ്റ് ഗോൾ പസഫിക് കേന്ദ്ര ഫിഫ മഞ്ചേരി ജേഴ്സി നമ്പർ 3 റൈറ്റ് വിംഗ് ബാക്ക് അഖിൽ. ഷെരീഫ് കോങ്ങാടൊക്കെ ലൈവിൻ്റെ കുലപതിയായിരുന്നു. മാൻ ഓഫ് ദ മാച്ച് ടുട്ടു, ഫസ്റ്റ് ഗോള് അഖിൽ. റോയൽ കപ്പ് ഇന്ത്യ സെവൻസ് ടൂർണമെന്റിലെ രണ്ടാം സെമി ഫൈനൽ മത്സരത്തിന്റെ